ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പൊക്കവടയാണ് കേട്ടോ. കുറച്ച് സ്പെഷ്യലായിട്ട് ചിക്കൻ പൊക്കവടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനൊരു 200 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം മിക്സിയിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. മീഡിയം സൈസിലുള്ള 3 സവാള എടുത്ത് ഇതേപോലെ അരിഞ്ഞിട്ടിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില അരിഞ്ഞിടാം, അതേപോലെ തന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞിടാം. ഞാൻ 2 വലിയ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പം നിങ്ങൾക്ക് എരിവ് അനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് ചതച്ചിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3-4 അല്ലി വെളുത്തുള്ളി, അത് തോലോട് കൂടി തന്നെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതും ഇതേപോലെ ചതച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തേക്കാണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷനൊക്കെ പെട്ടെന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ പെട്ടെന്ന് കാണാൻ കഴിയും. ഞാനിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു 3-4 ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളിത് വെളിച്ചെണ്ണയിലാണ് ഇത് കുഴച്ചെടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ വെള്ളം ഒട്ടും ചേർക്കുന്നില്ല. അത് നമ്മളൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുക. അപ്പം ഈ ഒരു സവാളയിൽ നിന്ന് തന്നെ നമുക്ക് കുറച്ചൊക്കെ വെള്ളം ഇറങ്ങി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഞെരടി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് എല്ലാ മസാലയൊക്കെ അങ്ങ് ഇതിനകത്ത് മിക്സ് ചെയ്ത് വരും. അപ്പോൾ വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഞെരടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കടലപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 4 ടീസ്പൂൺ കടലപ്പൊടി ചേർത്താൽ മതി, 4-5 ടീസ്പൂണ്. അപ്പോൾ അത് നമ്മൾ ഒരുപാട് കടലപ്പൊടി ചേർക്കുന്നില്ല. ഇതിങ്ങനെ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ കടലപ്പൊടി ചേർത്തെടുക്കുന്നത്. അതിലേക്ക് തന്നെ 1.5 ടീസ്പൂണോളം അരിപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. നന്നായിട്ട് പൊരിച്ചൊക്കെ എടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഒരു മുരുമുരാന്ന് പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്ന പരുവത്തിലാണ് നമുക്ക് ഇതിൻ്റെ മസാല വേണ്ടത്. അപ്പോൾ ഇതേപോലെ ഇതിൽ കൂടുതൽ കടലപ്പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങ് മാറും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. മാവെല്ലാം റെഡി ആയതിന് ശേഷം നമ്മൾ ഒത്തിരി നേരം പുറത്ത് വെക്കരുത്. മാവിൽ വീണ്ടും വെള്ളം ഇറങ്ങിയിട്ട് അതങ്ങ് ലൂസായി പോവും. ഞാനൊരു പാനിൽ എണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് ഇത് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു വശമൊക്കെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് മറുവശം കൂടെ ഒന്ന് മറിച്ചിടാം. എന്നിട്ട് 2 വശവും നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം നമുക്കത് വറുത്ത് കോരിയെടുക്കാം. 2 വശം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് ഞാൻ കോരിയെടുക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് തീർച്ചയായിട്ടും വീട്ടിൽ തയ്യാറാക്കണം. നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാവും. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എനിക്കിത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. റംസാനൊക്കെയാണ്. അപ്പം എല്ലാവരുടെ വീട്ടിലും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള റെസിപ്പി ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതേപോലുള്ള മറ്റ് റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം.